ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഫേസ് വാഷാണ്, ഫേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ഫേസ് വാഷാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അലോവേര ഫേസ് വാഷാണ് ഹിമാലയയുടെ. ഈ വളരെ ഇച്ചിരി എടുത്താൽ മതി, നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ. നല്ലോണം സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണിത്. നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ട് സ്യൂട്ടാവുന്ന ഒരു ഫേസ് വാഷാണ്. ഫസ്റ്റ് നമ്മളിങ്ങനെ ഇച്ചിരി ഫേസ് വാഷ് എടുത്ത് ഇച്ചിരി വെള്ളമാക്കുക, എന്നിട്ട് നന്നായിട്ട് ഫേസ് കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സോളം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതാണ് ഇങ്ങനെ മസാജ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് മസാജ് ചെയ്യാനൊന്നും അത്രയ്ക്കൊന്നും അറിയത്തില്ല, എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു അടിപൊളി ഫേസ് വാഷാണ്. ഇതുവരെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ ഒരു ഫേസ് വാഷ് ഇതുവരെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് കണ്ണും ചിമ്മി മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷാണ് കേട്ടോ. അലർജിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നല്ലൊരു ഫേസ് വാഷാണിത്. ഞാൻ സിമ്പിളിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഫേസ് വാഷായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടിൽ കാണാതായി, അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാനൊന്നും പറയാതിരുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ രണ്ടാമത് വാങ്ങിച്ചതാണ്. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ പ്രൈസാണ്. നമുക്ക് താങ്ങാവുന്ന പ്രൈസ് തന്നെയാണ് കേട്ടോ ഇതിന്. വലിയ റേറ്റ് ഇല്ല, 85 രൂപ 90 രൂപയൊക്കെ ഉള്ളൂ ഇതിന്. ഓക്കെ, നല്ലൊരു ഫേസ് വാഷാണ്. പിന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരിക്കലും നമ്മൾ താഴോട്ടേക്ക് മസാജ് ചെയ്യരുത്, നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ മേലോട്ടാക്കിയിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്, മസാജ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, എനിക്കറിയാവുന്ന പോലെ, ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ്സോളം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല സോഫ്റ്റായിട്ട് വളരെ ജെൻറ്റിലായിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പം നെക്കിലും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്കിതൊരു മോർണിംഗ് CTM എന്ന് വേണമെങ്കിൽ പറയാം. ക്ലെൻസിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ടോണർ, അതുപോലെ പിന്നെ മോയ്സ്ചറൈസർ, അങ്ങനെയാണ്. അപ്പം ഞാനിത് വാഷ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഫേസ് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കാണിക്കാം കേട്ടോ. അപ്പം ഞാനിതാ വാഷ് ഔട്ട് ചെയ്ത് വന്നതാണ്. കണ്ടില്ലേ, നല്ലൊരു ബ്രൈറ്റനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നന്നായിട്ട് ചെയ്തതിന് ശേഷം ഈ നമ്മളെ ഫേസ് നന്നായിട്ടൊന്ന് വെറ്റാക്കി വെക്കുക. അതിന് ശേഷം, അതായത് നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് വെള്ളമൊക്കെ പോക്കി തുടച്ചെടുത്ത് വെക്കുക. നല്ല രീതിക്ക് അമർത്തി തുടയ്ക്കരുത്, അതായത് വലിച്ചൊരച്ച് തുടയ്ക്കരുത്. നല്ല സോഫ്റ്റായിട്ട് വേണം തുടച്ചെടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു കല കണ്ടില്ലേ, ഈ ഒരു നെറ്റിയുടെ ഭാഗത്തുള്ള കല സ്റ്റിക്കർ പൊട്ടൊക്കെ തൊട്ടതിന് ശേഷം വന്നതാണ് കേട്ടോ. എനിക്ക് സ്റ്റിക്കർ പൊട്ട് പറ്റത്തില്ല, അലർജിയാണ്. ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്തൊക്കെ സ്റ്റിക്കർ പൊട്ട് തൊടാറുണ്ട്, അങ്ങനെ വന്ന ഒരു പാടാണിത് കേട്ടോ. പിന്നെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നന്നായിട്ട് അലർജി തന്നെയാണ് എനിക്ക് സ്റ്റിക്കർ പൊട്ട്. ഞാൻ കല്യാണ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് പൊട്ട് തൊടാറുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ് ടോണർ. ടോണറായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ അലോവേര ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ. അലോവേര പൾപ്പ് എടുത്തിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതേപോലെ ഐസ് ക്യൂബ് ആക്കി എടുത്താണ്. ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതല്ല, ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർ ഒരു കോട്ടൺ തുണിയിൽ ഇത് എടുത്തിട്ട് മടക്കിയിട്ട് അത് നമ്മളിങ്ങനെ ഫേസിൽ വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ ഫേസിൽ വെച്ച് കൊടുക്കുക. ഞാനിവിടെ കണ്ണാടി നോക്കിയിട്ടാണ് കേട്ടോ ഈ അലോവേര ഒന്ന് ഫേസിലിട്ട് കൊടുക്കുന്നത്. പിന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നെക്കിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അലോവേര ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ അലോവേര എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൻ്റെ ഡ്രൈനെസ് നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിത് കുറച്ച് നാളായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ അലോവേര ഇങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത്. ഫേസിൻ്റെ ഡ്രൈനെസ് ഒരുപാട് എനിക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിത് ഐസ് ക്യൂബ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ വിരലിൻ്റെ ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സോളം ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പം വളരെ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിനടിയിലുള്ള കറുത്ത പാടുകളും, അതായത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ്, മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ നെറ്റിയുടെ ആ ഭാഗത്ത് സ്റ്റിക്കർ പൊട്ടൊക്കെ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു പാട് ഇത്രയും ആയത്, ഇങ്ങനെ കുറഞ്ഞു വന്നത് ഈ ഒരു അലോവേര ഇങ്ങനെ ചെയ്തിട്ട് മസാജ് ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ഡ്രൈനെസ് മാറിയിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ബ്രൈറ്റ് ആവും എന്നല്ല കേട്ടോ, നമ്മൾ
നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് തിരിച്ചു വരും എന്ന് തന്നെ പറയാം കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്കൊരു മോയ്സ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. വീട്ടിൽ നമുക്ക് ഒന്നുമില്ല, അപ്പം നമുക്ക് മോയ്സ്ചറൈസർ നമ്മൾ തീർന്നു പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അലോവേര എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. കഴുകി കളയണ്ടെന്നേ ഉള്ളൂ കേട്ടോ. കഴുകി കളയരുത്, പിറ്റേന്ന് രാവിലെ നമ്മളത് കഴുകി കളയാവും. ഓക്കെ, നമ്മുടെ താടിയുടെ ഭാഗത്തുള്ള നീളിച്ച മാറാനായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ കവിളിൻ്റെ ഭാഗത്തേക്ക് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കവിളൊന്ന് തുടുത്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ താടിയുടെ ആ ഒരു നീളിച്ച മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്, നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇനി ഞാൻ മൂക്കിൻ്റെ ഈ 2 സൈഡിൽ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിത് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. ഞാനൊരു 4-5 പ്രാവശ്യം ഇങ്ങനെ ഫേസിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതാണ് ഇങ്ങനെ ഫേസിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം നമുക്ക് ഫേസ് എങ്ങനെയുണ്ടെന്ന് കാണാം. ഓക്കെ, ഫേസ് നന്നായിട്ട് ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ കാണുന്നില്ലേ, അടിപൊളിയായിട്ടുണ്ട് ഫേസ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, അതായത് ഫൈനൽ സ്റ്റെപ്പ് വന്നിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഫേസ് നന്നായിട്ട് വെറ്റാക്കിയതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോയുടെ സിറമൈഡ് പ്ലസ് HA ഇൻറ്റൻസ് ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അടിപൊളിയാണ്, ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് സ്യൂട്ടാവും. കണ്ണും ചിമ്മി മേടിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു ഡെർമാക്കോയുടെ മോയ്സ്ചറൈസർ. ഡെർമാക്കോയുടെ എല്ലാ പ്രോഡക്റ്റും അടിപൊളി തന്നെയാണ്. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് മസാജിലൂടെ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മളൊരു സോഫ്റ്റ് മസാജ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മോയ്സ്ചറൈസർ ആണെങ്കിലും നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനിതാ ഫേസിലെല്ലായിടത്തും നെക്കിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്തത് അലോവേരയുടെ ഐസ് ക്യൂബ്സ് ആണ്. നമുക്ക് വേണേൽ റോസ് വാട്ടറോ ഗ്രീൻ ടീ ടോണറോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ അടുത്തുള്ള ഗ്രീൻ ടീ ടോണർ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ടോണറായിട്ട് അലോവേര ഐസ് ക്യൂബ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ കഴുകി കളയാറുണ്ട്. എന്നിട്ടാണ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ ലിപ് ബാം യൂസ് ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ ഗുഡ് വൈബ്സിൻ്റെ ചെറി ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ലിപ് ബാമാണിത്, ടിൻഡർ ലിപ് ബാമാണ്. പിന്നെ നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ, പെട്ടെന്നൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ബാം തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ് ലിങ്കിൽ കയറിയാൽ മതി, നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയാനായിട്ടുള്ളത്. സ്കിൻ കെയർ ഇവിടെ കഴിഞ്ഞു. സ്കിൻ കെയർ മീൻസ് CTM എന്ന് തന്നെ പറയാം കേട്ടോ. രാവിലത്തെ എൻ്റെ CTM എന്ന് തന്നെ പറയാം. ഇനി ഞാനൊരു കമ്മൽ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇടുന്ന ചെറിയൊരു കമ്മലാണ്. ഇതിന് 20 രൂപയൊക്കെ ഉള്ളൂ. അങ്ങനെ അറിയത്തൊന്നുമില്ല, ചെറിയൊരു കമ്മലാണ് കേട്ടോ. ജസ്റ്റ് വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഒരു കമ്മൽ തന്നെയാണ്. പിന്നെ ഞാൻ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് നേരെയാക്കി കൊടുക്കുന്നുണ്ട്. കെട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നേരെയാക്കി കൊടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കറൻ്റ്ലി നിങ്ങൾ ഏത് ഫേസ് വാഷാണ്, ടോണറാണ്, മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസർ നിങ്ങൾ അറിവിലുള്ളതുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഫേസ് നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. മാത്രമല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് തൊട്ട് നോക്കിയിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടിരിക്കുന്നത് തൊട്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, പിന്നെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ഫേസിന്. പിന്നെ നമ്മൾ മറക്കരുത്, ചെയ്യുന്ന സമയത്ത് CTM ചെയ്യുന്ന സമയത്തും നെക്ക് നമ്മൾ മറക്കരുത്, നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ, ഉമ്മ.